പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഡിമിട്രോസ് ഡയമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് നിരവധി ഐഎസ്എൽ ടീമുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു. താരം ഈസ്റ്റ് ബംഗാളിലേക്ക് അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ്സിയിലേക്ക് പോകുമെന്ന റൂമറുകളൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഡിമിട്രോസ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ധാരണയിൽ എത്തിയെന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റിപ്പോർട്ടറായിട്ടുള്ള സോഹൻ ബോർഡറൊക്കെ പറയുന്ന പ്രകാരം ഡിമിട്രോസ് പ്രീ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഡിമിട്രോസിനെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ISL 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ അടുത്ത സീസണിൽ ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചേക്കും. മാത്രമല്ല വലിയൊരു തുക മുടക്കി തന്നെയാണ് ഡിമിട്രോസിനെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. മുംബൈ സിറ്റി എഫ്സിക്കും ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. ക്ലെയ്റ്റൺ സിൽവയ്ക്ക് പകരമായിട്ടാണ് ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പർ വർക്കും ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത സീസണിൽ ഡിമിട്രോസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മെർഗ്ലവ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള സൂചന നൽകിയിരുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് മാർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ മാർക്കസ് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാർക്കസ് പറഞ്ഞിട്ടുള്ള ആ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കൂ എന്നാണ് ആരാധകരോട് മാർക്കസ് പറഞ്ഞിരിക്കുന്നത്. ഒരു അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ അത് നോവയുടെ സൈനിങ് ആയിരിക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് നോവയുടെ സൈനിങ് അല്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു താരത്തിനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ആരാധകർ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നോവയുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതാണ്. ഒരു ഫോറിൻ മിഡ്ഫീൽഡറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന റൂമറുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മാർക്കസ് പറഞ്ഞ ഒരു താരം ആരാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.